ഹരേ കൃഷ്ണ. ഇനി സമ്പാദിയുമായുള്ള കൂടിക്കാഴ്ചയാണ് ഇനി പറയുവാൻ പോകുന്നത്. ഈ അവസരത്തിൽ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച അംഗദനും മറ്റു വാനരന്മാരും ഗർഭവിരിപ്പിൽ കിടന്നുകൊണ്ട് ശ്രീരാമനെക്കുറിച്ചും സീത അന്വേഷണത്തെക്കുറിച്ചും മറ്റും സംസാരിച്ചു. അടുത്തുള്ള ഒരു ഗുഹയിൽ അവശനായി കിടന്നിരുന്ന ഒരു പക്ഷി വാനരന്മാരുടെ സംഭാഷണം ശ്രവിക്കാനിടയായി. ആ പക്ഷി ഇങ്ങനെ കരുതി, ഇവർ സീതാദേവിയെ തേടി ഇറങ്ങിയതാവാം. ചിറക് നഷ്ടപ്പെട്ട പക്ഷി വല്ല വിധത്തിലും ഞരങ്ങി വിഴഞ്ഞും വളരെ പണിപ്പെട്ടു ഗുഹയ്ക്ക് വെളിയിൽ വന്നു. വാനരന്മാരിൽ നിന്നും സകല വൃത്താന്തങ്ങളും ഗ്രഹിച്ച പക്ഷിശ്രേഷ്ഠൻ പറഞ്ഞു, വാനരശ്രേഷ്ഠന്മാരെ, സീതാദേവി എവിടെയാണെന്ന് എനിക്കറിയാം. അത് കേട്ട് അംഗദനെ ആകാംക്ഷയോട് ചോദിച്ചു, പക്ഷിശ്രേഷ്ഠ, അങ്ങ് ആരാണ്? ഞാൻ സമ്പാദിയാണ്. രാവണൻ സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോയി അശോകവനത്തിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അത് എനിക്കറിയാൻ കഴിഞ്ഞു. അവിടെ നിന്നെല്ലാം എങ്ങനെ അറിഞ്ഞു? എൻ്റെ മകൻ സുപാർശ്വനാണ് ഈ വിവരമെല്ലാം എന്നെ അറിയിച്ചത്. ഇത്രയും പറഞ്ഞു തീർന്ന ഉടനെ സമ്പാദിക്ക് ചിറകുകൾ മുളയ്ക്കുകയും ക്ഷീണം വെടിഞ്ഞു ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ശ്രീരാമനെ പ്രാർത്ഥിച്ചു. ആ രംഗം കണ്ടു നിന്ന അംഗദനും വാനരന്മാരും അത്ഭുത സ്തംഭരായി. അപ്പോൾ സമ്പാദി പറഞ്ഞു, വാനരന്മാരെ, സീതാദേവിയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ചിറക് മുളച്ചിരിക്കുന്നു. എൻ്റെ ഭഗവാൻ ശ്രീരാമൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. എല്ലാം അത്ഭുതമായിരിക്കുന്നു. സമ്പാദിയുടെ ചിറക് മുളച്ചത് കണ്ട് അംഗദൻ ചോദിച്ചു, ഹേ സമ്പാദി, അങ്ങയുടെ ചിറക് എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? അതൊരു അഹങ്കാരത്തിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് എൻ്റെ ചിറക് നഷ്ടപ്പെട്ടത്. ഞാൻ ആ കഥ പറയാം, കേട്ടോളൂ. ഒരിക്കൽ ഞാനും എൻ്റെ അനുജൻ ജടായുവും കൂടി ഒരു മത്സരത്തിലേർപ്പെട്ടു. അതുപ്രകാരം ഞങ്ങൾ ഇരുവരും സൂര്യനെ ലക്ഷ്യമാക്കി പറന്നു. സൂര്യനോടടുത്തപ്പോൾ ജടായു ചൂടേറ്റ് തളർന്നു. അത് കണ്ട് ഞാൻ ചിറക് വിരിച്ച് അവനെ മറച്ചു. ചിറക് കരിഞ്ഞു ഞാൻ ഈ വിന്ധ്യപർവ്വതത്തിൽ വീഴുകയും ചെയ്തു. രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ ജടായു തടയുകയും രാവണൻ ജടായുവിൻ്റെ ചിറക് മുറിക്കുകയും ചെയ്തു. പിന്നീട് നിശാകരൻ എന്ന മുനിയെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ കഷ്ടപ്പാടെല്ലാം പറഞ്ഞു. അപ്പോൾ മുനി പറഞ്ഞു, സമ്പാദി, നീ വിഷമിക്കേണ്ട. ഹരേ കൃഷ്ണ. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്തതിൽ.